പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബിനോയ്, എൻ്റെ ഭാര്യ ജിയ, എൻ്റെ മകൾ ജുവൽ മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആളൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂൺ 22 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഇപ്പോൾ എൻ്റെ മകൾ ജുവൽ മരിയയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ ജുവൽ മരിയയ്ക്ക് ബെഡ് വെറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കൂടാതെ അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്ന പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്നു. ഇത് ഞാൻ എൻ്റെ ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. കൂടാതെ ഇവിടെ വന്ന് ജോസഫച്ചനെ ഒന്ന് കാണുകയും ജോസഫച്ചൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അത് വളരെയധികം ക്രമാതീതമായി വളരെ കുറഞ്ഞു വരികയും താമസിയാതെ പരിപൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ എനിക്ക് 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എൻ്റെ കണ്ണിൻ്റെ നെർവ്സിന് ഡാമേജ് വരികയും എൻ്റെ ഇടതുകണ്ണിന് കാഴ്ച വളരെ കുറയുകയും ചെയ്തു. ഡോക്ടർ അത് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലെൻസ് പ്രിഫർ ചെയ്തു. ഞാനത് പിന്നെ ലെൻസ് ഉപയോഗിക്കാതെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഇപ്പോൾ നന്നായി വായിക്കുവാനും ഡ്രൈവ് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നു. കൂടാതെ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് തന്നെ ഞാൻ ന്യൂറോ ഐസിയുലായിരുന്നാൽ എൻ്റെ ഇടതുകാലിൻ്റെ ആംഗിൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് അവർ പ്ലാസ്റ്റർ ചെയ്യുകയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് സൂപ്പിടാനായിട്ട് വളരെ താമസം എടുത്തു. പിന്നീട് സർജറി ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സർജറി കൂടാതെ തന്നെ ഈശോ പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി പല പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും വലിയൊരു സംരക്ഷണമായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. ഇത്രയധികം അനുഗ്രഹം നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമാപണം ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞാൻ ആശുപത്രികളിലും പബ്ലിക് സ്ഥലങ്ങളിലും വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് എനിക്ക് എൻ്റെ ദശാംശത്തിൽ നിന്നുള്ള തുക പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായിട്ട് മാറ്റിവെക്കാറുണ്ട്. പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ ദിവ്യബലി മുടങ്ങാതെ സംബന്ധിക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ബിനോയ് എന്ന മകൻ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഈശോയിൽ നിന്ന് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാപിച്ചു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും നന്ദി പറയാനാണ്. മകളുടെ വളരെ കാലമായിട്ടുള്ള വളരെ ചെറുപ്പം മുതലുള്ള ബെഡ് വെറ്റിംഗ് അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോഴാണ് മകൾക്ക് ആ അസുഖത്തിൽ നിന്ന് ആ ഒരു ശീലത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചതെന്ന് ബിനോയ് ഏറ്റുപറയുന്നു. ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് ഈ മകൻ ഏറ്റുപറയാൻ സാധിക്കുന്നത് എത്ര തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും എത്ര തന്നെ ചികിത്സ ചെയ്താലും മാറാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അവസ്ഥകളിൽ നിന്നും മാറിപ്പോകാത്തത് ഉടമ്പടിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത് കാണാം. ശിഷ്യന്മാർക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഈശോയോട് അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അത്ഭുതം ചെയ്യാൻ സാധിക്കാതിരുന്നത്? അപ്പോൾ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഇവ പുറത്തു പോവുകയില്ല എന്ന്. നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉടമ്പടി വളരെ നിഷ്ഠയോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോഴാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നാം ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉറച്ച ഉടമ്പടി ബന്ധം, ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൻ്റെ ആ ഒരു ഇമോഷണൽ ഒരു ബന്ധം നമുക്ക് തോന്നുമ്പോഴാണ്, ഈശോയ്ക്കും നമുക്കും പരസ്പരം തോന്നുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ട്രാക്കിലേക്ക് വീഴുന്നതെന്ന് ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകാം. അതുപോലെ തന്നെ നമുക്കുണ്ടായേക്കാവുന്ന എല്ലാ ആക്സിഡൻറ്റുകളിൽ നിന്നും നമുക്ക് സൗഖ്യവും സംരക്ഷണവും നൽകുന്നത് ബിനോയ്ക്കുണ്ടായ ഒരു ആക്സിഡൻറ്റിനെ തുടർന്നുണ്ടായ ഒരു കാലിൻ്റെ വല്ലാത്ത ഒരു ലങ്സിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതെല്ലാം നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഏതൊരവസ്ഥയിലും പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും സംരക്ഷണവും സൗഖ്യവും നൽകുന്നത്. നാം എപ്പോഴും ഓരോ പ്രാവശ്യവും സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരിക്കും, എൻ്റെ ഏക ലക്ഷ്യം നിത്യതയാണ്, ഈശോയുമായി ഒന്നുചേരലാണ്, ഈശോയെ കൈമാറുന്നതാണ്, ഈശോയെ സ്നേഹിക്കലാണ്. ഈ ഒരു ഉറച്ച ബോധ്യത്തിലൂടെ നീങ്ങുമ്പോഴാണ് നമ്മുടെ ഉടമ്പടിക്ക് ഒരു പൂർണ്ണതയുണ്ടാകുന്നത്.
ഈശോ യുവാവിനോട് പറയുന്നത് പോലെ, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ളതെല്ലാം വിൽക്കേണ്ടത് നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് പരിപൂർണത എന്ന ഒരു പ്രോസസ്സിലേക്ക്, എന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കുന്നത്. ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.